ഫ്രീമേസൺസ് ലോകത്തിലെ ഏറ്റവും പുരാതനവും പ്രശസ്തവുമായ ഗൂഢസംഘടനകളിൽ ഒന്നാണ്. സമൂഹ സേവനത്തിനും ധാർമ്മികതയ്ക്കും ആത്മീയതയ്ക്കും പ്രോത്സാഹനം നൽകുന്ന ഈ പ്രസ്ഥാനം വ്യക്തികളുടെ മാനസികവും ആത്മീയവുമായ വളർച്ച ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു. 300 വർഷത്തോളമായി നിലനിൽക്കുന്ന ഫ്രീമേസൺറി ഇന്നും ലോകമെമ്പാടും ലക്ഷക്കണക്കിന് അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമായി മാറിയിരിക്കുന്നു. റോമൻ കാലഘട്ടത്തിലെ കെട്ടിട നിർമ്മാണ ഗിൽഡുകളിൽ നിന്നാണ് ഫ്രീമേസൺറി ഉയർന്നു വന്നതെന്നാണ് പല ചരിത്രകാരന്മാരുടെയും അഭിപ്രായം. ഫ്രീമേസൺറിയുടെ പ്രധാന ചിഹ്നങ്ങളായ കോമ്പസ്, മട്ടം തുടങ്ങിയവ ജാമിതിയുടെയും ആത്മീയതകളുടെയും പ്രതിനിധികളാണ്. കേരളത്തിൽ ഇപ്പോഴും ഫ്രീമേസൺറി പ്രസ്ഥാനം സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഫ്രീമേസൺ ലോഡ്ജുകൾ നിലവിലുണ്ട്. പ്രശസ്ത വ്യക്തികളിൽ പലരും ഫ്രീമേസൺറി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് അമേരിക്കൻ പ്രസിഡന്റുമാരായ ജോർജ് വാഷിംഗ്ടൺ, ഫ്രാങ്ക്ലിൻ ഡെലാനോ റൂസ്വെൽറ്റ്, ഇന്ത്യൻ നേതാവ് മോത്തിലാൽ നെഹ്റു, കൂടാതെ മൈക്കിൾ ജാക്സണും ഈ കമ്മ്യൂണിറ്റിയിലുണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ അദ്ദേഹം ഫ്രീമേസൺ അംഗമായിരുന്നു എന്നതിന് വിശ്വസനീയമായ തെളിവുകളൊന്നും ഇതുവരെ ലഭ്യമല്ല. ഇങ്ങനെ ഇതിനെപ്പറ്റി നമ്മൾ ഒരുപാട് കേൾക്കുന്നു. പക്ഷേ നമ്മളെല്ലാം ഒരു കൂട്ടം ആളുകൾ കൺട്രോൾ ചെയ്യുന്നെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്ത് തന്നെയായാലും ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.